Hi everyone, എല്ലാവർക്കും നമസ്കാരം. I'm Dr. Varsha and welcome to Dr. Varsha's Eye Space. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം എല്ലാവരും കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നതെന്ന്? ഞാനും ഇതൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഞാനത് ചെയ്ത് നോക്കി, ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായി നബി നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അങ്ങനെ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് സേഫ് ആണോ എന്ന് ഡയബറ്റീസിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഷുഗർ പെട്ടെന്ന് കൂടുമോ, അല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈത്തപ്പഴത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് എത്രയുണ്ട്, അതുപോലെ തന്നെ എത്ര എണ്ണം ഒരു ദിവസം കഴിക്കാം, കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വീഡിയോ ഫുൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പഴം എങ്ങനെ കഴിക്കാമെന്നുള്ളതും എത്ര എണ്ണം കഴിക്കാമെന്നുള്ളതൊക്കെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈത്തപ്പഴം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ഉപവാസമല്ലേ എടുക്കുന്നത്. രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇഫ്താർ കഴിക്കുന്നത് വരെ ഒന്നും കഴിക്കുന്നില്ല, അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഇത് സാധാരണയായിട്ടുള്ള പഞ്ചസാര ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാലും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് പെട്ടെന്ന് കിട്ടും, പിന്നെ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കഴിക്കുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കിട്ടുന്നതിന് നമുക്കൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 5 എണ്ണമൊക്കെ ചിലപ്പോൾ കഴിച്ചു എന്ന് വരാം, പക്ഷേ ആ ക്വാണ്ടിറ്റി അത്രയും കഴിക്കാവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈത്തപ്പഴം കഴിക്കുന്നത് തെറ്റുന്നില്ല, പക്ഷെ ഡയബറ്റിസ് ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ ഹെൽത്തി ആയിന്ന് വരില്ല. 7 to 8 ഗ്രാം വരുന്ന ഒരു ചെറിയ ഈന്തപ്പഴത്തിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒരു 5 to 6 ഗ്രാം കാർബോഹൈഡ്രേറ്റും അതുപോലെ 4 to 5 ഗ്രാം വരെ സാധാരണ അളവിൽ ഷുഗർ പഞ്ചസാരയും ഉണ്ടാവും. അതുപോലെ തന്നെ ഫൈബർ പൊട്ടാസ്യം കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഇനങ്ങളാണ് അജ്വ, മെജൂൾ, ഡഗ്ലഡ്നൂറൊക്കെ തുടങ്ങിയവ. ഇവയിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഈ അളവിലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അളവിൻ്റെ കാര്യത്തിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, ഒരുപാട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത്രയും ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല ഇത്രയും കാർബോഹൈഡ്രേറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ റിസർച്ചേഴ്സ് വൈസ് ഇത്രയാണ് ഒരു ചെറിയ ഈത്തപ്പഴത്തിൽ വരുന്ന കണ്ടന്റ്. ഇത് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 42 to 55 വരെയാണ് പറയുന്നത്, ഒരു മീഡിയം റേഞ്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് ഇതിൽ അർത്ഥമാക്കുന്നത്? നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അത് 3-4 കഴിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് ഷുഗർ ഉയരുക. അതുകൊണ്ട് നമ്മൾ അത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പാടില്ല. ഇത്രയും ഗ്ലൈസമിക് ഇൻഡെക്സ് വരുമ്പോൾ നമ്മളത് 1-2 കഴിക്കുമ്പോൾ തന്നെ അറിയാലോ കൂടില്ല. അപ്പോൾ നമ്മൾ ഒരു 5 എണ്ണമൊക്കെ ഡെയിലി കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഒരു 12-14 മണിക്കൂറൊക്കെ ഈ ഉപവാസത്തിന് ശേഷം നമ്മൾ ബോഡിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു നോക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിലെ ഷുഗർ ലെവല് കുറവായിരിക്കും, അതുപോലെ തന്നെ കരളിലെ ഗ്ലൈക്കോജൻ ലെവല് കുറവായിരിക്കും, അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ജ്യൂസും ഒരു 3-4 ഈത്തപ്പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്കിന് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, പെട്ടെന്ന് ആ വാല്യൂ കൂടിപ്പോവും. അപ്പോൾ നമ്മൾ വേറെ ഒന്നും കഴിക്കുന്നില്ലെങ്കിലും ഈത്തപ്പഴം മാത്രമേ നമ്മൾ ഡയബറ്റിസ് പറ്റാത്ത കഴിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇത് തന്നെ ഈ ക്വാണ്ടിറ്റി വൈസ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒക്കെ കൂടിയിട്ടുണ്ടാവുന്ന ഈ ഒരു കണ്ടീഷൻ സമയത്ത് മെയിനായിട്ട് പ്രോബ്ലം വരിക ടൈപ്പ് 2 ഡയബറ്റിസിന്, അതുപോലെ ഇൻസുലിൻ എടുക്കുന്നവർക്കൊക്കെ. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി കൂടിയിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ജ്യൂസസ് ഈത്തപ്പഴത്തിൽ അതിന് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, അല്ല പാലൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ സെൻസിറ്റിവിറ്റി കൂടിയിട്ടുണ്ടാകുമ്പോൾ ഷുഗർ സ്പൈക്കിനുള്ള ചാൻസസും കൂടാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ അപ്പോൾ ഈത്തപ്പഴം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണോ എന്നായിരിക്കല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത്? ഒരിക്കലും വേണ്ട. നമുക്ക് ഒരു ഈത്തപ്പഴം കഴിക്കാം, അല്ലെങ്കിൽ വേറെ വേരിയന്റ് പറഞ്ഞല്ലോ മെജൂൾ പറയുന്നത്, ഒരു ഹാഫ് വലിയതാണെങ്കിൽ ഒരു ഹാഫ് അത് കഴിക്കാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതായിട്ടൊന്നുമില്ല, സുരക്ഷിതമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എത്ര എണ്ണാണ് നമുക്ക് സുരക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റുക എന്ന് നോക്കാം. അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ പറയുന്നത് ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ വേറൊരു വേരിയൻ്റ് ആയിട്ടുള്ള മെജൂള് ഹാഫ് വലിയ മെജൂളാണെങ്കിൽ ഹാഫ് കഴിക്കാന്നാണ് പറയുന്നത്. അല്ലാതെ 3-4 അല്ലെങ്കിൽ 5 കഴിക്കുന്ന കണ്ടിട്ടുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രയൊന്നും ഡയബറ്റിസ് ഉള്ളവർ കഴിക്കാൻ വേണ്ടി പാടില്ല. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും പൂർണ്ണമായിട്ട് ഇത് ഒഴിവാക്കണമെന്നുള്ളത്. ഒരിക്കലും വേണ്ട, കാരണം ഫൈബർ പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈത്തപ്പഴം നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. സുരക്ഷിതമായ ക്വാണ്ടിറ്റിയിൽ മാത്രം ഡയബറ്റിസ് ഉള്ളവർ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമേ വരുന്നില്ല. സുരക്ഷിതമായി എങ്ങനെ നോമ്പ് തുറക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഈത്തപ്പഴം, അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം, 1-2 ഗ്ലാസ് വെള്ളം, പിന്നെ നമ്മൾ
അതിനുശേഷം ഒരു 10-20 മിനിറ്റിന് ശേഷം മാത്രം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഹെൽത്തി വേയിൽ കൊണ്ടുപോകാം. ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. HbA1c ലെവല് 8 കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ 25 mg/dl ഷുഗർ അധികം ആ ഒരു ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ, ഇൻസുലിൻ കൂടുതലായിട്ട് ഡോസ് എടുക്കുന്നവരാണെങ്കിൽ ഇവരൊക്കെ കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈന്തപ്പഴം അധികമായിട്ട് കഴിക്കുമ്പോൾ. പിന്നെ കേൾക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അജ്വ വെറൈറ്റി സേഫ് ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അജ്വ സേഫ് ആണെന്ന്. അത് ക്ലിനിക്കലി പ്രൂവൺ അല്ല ഒരിക്കലും. എന്തായാലും അതിൽ ഷുഗർ ലെവൽ ഉള്ളത് തന്നെ അത് പ്രൂവൺ ആയതിനാൽ നമ്മൾ അധിക ലെവലിൽ അധിക എണ്ണ ഇത് കഴിക്കുമ്പോൾ എന്തായാലും ഷുഗർ സ്പൈക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുമ്പോൾ സേഫായിട്ട് സേഫ് ക്വാണ്ടിറ്റിയിൽ മാത്രം കഴിച്ചു പോവുക. നമ്മളിത് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റിസ് ലെവലിൽ ഈത്തപ്പഴം സേഫ് തന്നെയാണ്. പക്ഷെ അത് സുരക്ഷിത അളവിൽ നമ്മൾ ക്വാണ്ടിറ്റി പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ട് കഴിക്കുക. അല്ലാതെ ഡെയിലി 4-5 കഴിക്കുന്നത് ഒരിക്കലും സേഫ് അല്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ നട്ട്സിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്നത് മറ്റ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നതിനേക്കാളും ഒന്ന് ഇത് ചേർത്ത് കഴിക്കുമ്പോൾ കുറവായിരിക്കും. നമ്മൾ ഡയറക്റ്റ്ലി ഈത്തപ്പഴം മാത്രം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയില്ല. എന്നാൽ നട്ട്സിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ റമളാൻ മാസത്തിൽ സേഫ് ആയിട്ടുള്ള ഡയബറ്റിസ് ഉള്ളവർ മാത്രമല്ല എല്ലാവരും സേഫ് ആയിട്ടാണ് ഹെൽത്തി ആയിട്ടാണ് ആഹാരം കഴിക്കേണ്ടത്. ആ ഒരു മാസം നമ്മൾ ആ ഒരു പുണ്യ മാസത്തിൽ നമ്മളെ ഹെൽത്തിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഇനിയെങ്കിലും നിങ്ങളൊരു ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് കഴിക്കുക. ഡയബറ്റിസിൽ ആരെങ്കിലും ഈ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരമാവും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ നോമ്പ് തുറക്കുമ്പോഴും അല്ലാതെയൊക്കെ എത്ര ഈത്തപ്പഴം കഴിക്കുന്നെന്ന് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യൂ. താങ്ക് യു.